പൊക്കാനായുടെ നാഷണൽ നേതൃത്വത്തിലും റീജിയണൽ നേതൃത്വത്തിലുമുള്ള നേതാക്കളെ, സ്നേഹമുള്ള മാധ്യമപ്രവർത്തകരെ, കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വളരെ നയന മനോഹരങ്ങളായ ഡാൻസുകളും പാട്ടുകളും കേൾക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് ന്യൂയോർക്ക് റീജിയൻ്റെ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ചെയർമാൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷത്തോടും അതുപോലെ നന്ദിയോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലൈസിയുടെ കാര്യം റീജിയണൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ പോലും ഇന്നത്തെ താരം ലൈസിയാണ്. കാരണം ഇത്രയും മനോഹരമായിട്ട് ഈ കൺവെൻഷനിലെ കോമ്പറ്റീഷൻസ് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തു, ഭംഗിയായിട്ട് നടത്തി. അതിനുശേഷം ഇന്ന് നടക്കുന്ന ഈ കലാപരിപാടികൾ, ഈ കലാസന്ധ്യയുടെ മുഴുവൻ സൂത്രധാരി ലൈസിയാണ്. ലൈസിലൂടെയാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ. റീജിയണൽ പ്രസിഡന്റിനോ ചെയർമാനായ എനിക്കോ ഇതിൽ വലിയ റോളുണ്ടെന്ന് തോന്നുന്നില്ല. ലൈസിയാണ് താരം. തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ട് ഈ ന്യൂയോർക്ക് കൺവെൻഷൻ ഭംഗിയാക്കുവാനായിട്ട് സഹായിച്ച ലൈസിക്ക് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ന്യൂയോർക്ക് റീജിയൻ്റെ പേരിൽ പ്രത്യേകം നന്ദി സമർപ്പിക്കുന്നു. അതുപോലെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കൾക്കും പ്രത്യേകം നന്ദി കൺവെൻഷൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവിധ സഹകരണങ്ങളും തന്ന നാഷണൽ കമ്മിറ്റിക്ക്, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഇവിടെയുണ്ട്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പോൾ കറുകപ്പള്ളിയുണ്ട്. എല്ലാവർക്കും കൺവെൻഷൻ മനോഹരമാക്കി തീർക്കാൻ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും പൊക്കാനായുടെ ജൂലൈയിൽ നടക്കുന്ന നാഷണൽ കൺവെൻഷനെ ഇതുപോലെ തന്നെ വിജയിപ്പിക്കുവാൻ മത്സരങ്ങളിലൂടെയും മറ്റ് കലാപരിപാടികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ എത്തണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അതുപോലെ ന്യൂയോർക്കിൽ നിന്ന് വളരെ നല്ല, നമ്മളിപ്പം ടെററിസ്റ്റിനൊക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുന്നു, ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെ സൗജന്യമായിട്ട് ചിക്കാഗോയിൽ കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പലരും അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വരാം. കാരണം 4 പേർക്ക് ചിക്കാഗോയ്ക്ക് പോകണമെങ്കിൽ ഏകദേശം $1,000-1,500 അതിന് ചിലവാകും. അതുകൊണ്ട് കൺവെൻഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സാധിക്കുമെങ്കിൽ ദൈവം അനുവദിച്ചാൽ ന്യൂയോർക്കിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും സൗജന്യമായിട്ട് ചിക്കാഗോയിൽ കൊണ്ടുപോയി കൺവെൻഷനിൽ പങ്കെടുപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. ചിക്കാഗോയിൽ നടക്കുന്ന കൺവെൻഷൻ്റെ ഏക വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ന്യൂയോർക്ക് റീജിയനുമായിട്ടും നാഷണൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് എല്ലാവരും ആ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് രജിസ്റ്റർ ചെയ്ത് പൊക്കാനായെ, അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയായ പൊക്കാനായെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ പൊക്കാന നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ്, നമ്മുടെ ധീര വനിതയുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശ്രീമതി മറിയാമ്മ പിള്ളയെ 2 വാക്ക് പറയുന്നതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യപ്പെട്ട മാധ്യമപ്രവർത്തകരെ, പൊക്കാനയുടെ മൈ ഡിയർ ഫ്രണ്ട്സ്, സഹോദരങ്ങളെ, നല്ല കലാപരിപാടി കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പ്രസംഗിച്ച് നിങ്ങളുടെ സമയം ഒന്നും കളയുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം പൊക്കാനയെ പറ്റി പറഞ്ഞുകൊള്ളട്ടെ. പൊക്കാനയുടെ രജിസ്ട്രേഷൻ ഭംഗിയായിട്ട് ഓരോ സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം ജൂലൈ 4, 5, 6 തീയതികളിൽ ചിക്കാഗോയിലുള്ള ഹയറ്റ് റീജിയൻസിലേക്ക് വരുന്ന നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് 3 ദിവസത്തെ താമസം, 3 ദിവസത്തെ ആഹാരം, 3 ദിവസത്തെ പ്രോഗ്രാം എല്ലാം നടത്തി നിങ്ങളുടെ വയറ് നിറച്ച് മനസ്സ് നിറച്ച് നിങ്ങളുടെ സ്ട്രെസ്സുകളെല്ലാം മാറ്റി ഞങ്ങളെ തിരിച്ചയക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് ഇവിടെ നടന്ന പല പ്രോഗ്രാമും എനിക്ക് ഇടയ്ക്ക് വന്ന് കുറച്ചൊക്കെ കാണുവാൻ സാധിച്ചു. കാരണം താഴെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. എന്നാൽ ഒരു ഇലക്യൂഷന് ഇത്രയും ഭംഗിയായി ഇലക്യൂഷൻസൊക്കെ നടത്തുന്ന ഈ കുഞ്ഞുങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് പൊക്കാനയുടെ ഒരു അത്യാവശ്യമായതുകൊണ്ടും ഈ വാഗ്ദാനം ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്. $500 വെച്ച് ക്യാഷ് പ്രൈസസ് കൊടുത്ത് പൊക്കാനയിൽ അതെൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ കൊടുത്താലും ഈ ഇലക്യൂഷനെ ഞാൻ പ്രേരിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊള്ളുകയാണ്. കാരണം ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ
നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്നതൊന്നുമില്ലാതെയായി പോകും. അത് ഇന്നത്തെ ആ പ്രസംഗം കേട്ടതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഞാൻ ആ സ്പോട്ടിൽ തന്നെ എടുത്തതാണ്. ഡെഫിനറ്റ്ലി ക്യാഷ് അവാർഡ് കൊടുത്ത് ഇലക്യൂഷനും അതുപോലെ ബാക്കിയുള്ള പ്രോഗ്രാമും എല്ലാം നമ്മൾ നടത്തുന്നത് പോലെ തന്നെ നടത്തുന്നതായിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 41 കുഞ്ഞുങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെല്ലാം ചിക്കാഗോയിൽ വരണം എന്ന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും പൊക്കാനയെ എത്രയും ഭംഗിയായി വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Diana Abraham and Kristen Kumar, and it's choreographed by Lisa Joseph. ഓടക്കുഴലുമായി വാ 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 കണ്ണ, ഓമനപ്പാട്ടുമായി വാ വാ വാ. ഓടക്കുഴലുമായി വാ 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 കണ്ണ, ഓമനപ്പാട്ടുമായി വാ വാ വാ. ഓടക്കുഴലുമായി വാ വാ വാ. തീരത്ത് പാലതി പൂച്ചൂടി മയിലാട്ടമാടുവന്നില്ല. മാലിനി തീരത്ത് പാലതി പൂച്ചൂടി മയിലാട്ടമാടുവന്നില്ല. കണ്ണൻ വന്നില്ല. ബൃന്ദാവനത്തിലെ മന്ദാരം പൂത്തിട്ടും നന്ദഗോപാലകൻ വന്നില്ല. ബൃന്ദാവനത്തിലെ മന്ദാരം പൂത്തിട്ടും നന്ദഗോപാലകൻ വന്നില്ല. കണ്ണൻ വന്നില്ല. ഓടക്കുഴലുമായി വാ 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 കണ്ണ, ഓമനപ്പാട്ടുമായി വാ വാ. ഓടക്കുഴലുമായി വാ വാ വാ. പീലിത്തിരുമുടി കെട്ടിത്തരാം, വനമാല കൊരുത്തത് ചാത്തിത്തരാം. പീലിത്തിരുമുടി കെട്ടിത്തരാം, വനമാല കൊരുത്തത് ചാത്തിത്തരാം. കണ്ണ ചാത്തിത്തരാം. കൊഞ്ചു ചിലങ്ക കിലുക്കി കിലുക്കിയൻ നെഞ്ചം നിറയ്ക്കുവാൻ ഓടിവാ. കൊഞ്ചു ചിലങ്ക കിലുക്കി നെഞ്ചം നിറയ്ക്കുവാൻ ഓടിവാ. കണ്ണ ഓടിവാ. ഓടക്കുഴലുമായി വാ 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 കണ്ണ, ഓമനപ്പാട്ടുമായി വാ വാ. ഓടക്കുഴലുമായി വാ വാ കണ്ണ, ഓമനപ്പാട്ടുമായി വാ വാ. ഓടക്കുഴലുമായി വാ വാ.
other traditional Indian dances and offers classes in White Plains, Elmsford, Wappinger Falls, and Yonkers in New York, and Danbury in Connecticut to children and adults. Don't worry, there's 2 more dances by this teacher coming up, so sit back and relax. Thank you, Alex. പൊക്കാന എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പേരാണ് അദ്ദേഹത്തെയാണ് ഞാൻ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത്. മറ്റാരുമല്ല, പൊക്കാന ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ശ്രീ പോൾ കറുപ്പ്. പൊക്കാന നാഷണൽ പ്രസിഡന്റ് ശ്രീമതി മറിയാനുള്ള മീഡിയ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു പ്രസംഗത്തിനല്ല, എങ്കിലും ഞാൻ ചെയർമാൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സംഘടന പിളർന്നു കഴിയുമ്പോൾ ആ പിളർന്ന സംഘടനകൾക്ക് ന്യൂസ് കിട്ടാൻ വേണ്ടി അവർ എന്തും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. അത് ഇവിടെ മീഡിയക്കാർ അത് എടുത്ത് ഒത്തിരി കാണിക്കുന്നുണ്ട്. ഇവിടെ 30 കൊല്ലമായ സംഘടന ഏറ്റവും നല്ല പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കുക, അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ന്യൂസ് വരുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഇവിടെ നിന്ന് പല സ്ഥലത്തു നിന്നും കേട്ടു. ഇവിടെ ന്യൂസ് 30 കൊല്ലം ഒരു സംഘടന നടത്താമെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ്. ഇനി നിങ്ങളോട് ഒരു കാര്യം മീഡിയ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പറയാം. ഇന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഈ 6 മാസത്തിനുള്ളിൽ പുതിയ സംഘടനകൾ, ഇവിടെയുള്ള 40-50 സംഘടനകൾ പൊക്കാൻ്റെ കീഴിലുണ്ടായിരുന്നു. ആ സംഘടനകൾ അല്ലാതെ 10 സംഘടനകൾ ഇന്ന് പുതിയ ലൊക്കേഷനിൽ വന്ന് ഇന്ന് ഏറ്റവും ഹാപ്പിയായിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. അത് 1 കൊല്ലം തികയാത്ത സംഘടനകൾക്കും സംഘടന ഇല്ലാത്തടത്തിൽ നമ്മൾ സംഘടനയ്ക്ക് അപ്രൂവ് കൊടുക്കാനായിട്ട് ഇന്ന് ജനറൽ കൗൺസിലും ഇവിടെ നാഷണൽ കമ്മിറ്റിയും ബോർഡ് ഓഫ് ട്രസ്റ്റിയും യുനാനിമസ്ലി അപ്രൂവ് ചെയ്ത ഒരു ദിവസമാണെന്ന്. ഇത് ഞങ്ങളുടെ സ്ട്രിക്റ്റായിട്ട് പിടിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു സംഘടനയുടെ വളർച്ചയ്ക്ക് ആവശ്യം സംഘടന 2 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇതിന് രൂപം കൊടുത്തുകൊണ്ടിരുന്നത് ഇതിക്ക് മുമ്പ്. പക്ഷേ സംഘടന ഇല്ലാത്തവരിലൊരു സംഘടന കൊടുക്കുന്നതിന് ഇന്ന് നാഷണൽ കമ്മിറ്റിയും ജനറൽ കൗൺസിലും അപ്രൂവ് തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. ഈ സംഘടന ഈ വർഷം ജൂലൈ 4 ആകുമ്പോഴത്തേനും എല്ലാ ഏരിയയിലും പുതിയ സംഘടനകൾ ഉണ്ടാകും, അതിന് അപ്രൂവ് കൊടുക്കും. ഈ സംഘടനയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഈ 30 കൊല്ലവും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘടന തുടങ്ങി അന്ന് മുതൽ ഫാമിലിയായിട്ട് ഈ കൺവെൻഷൻ മുടക്കാതെ കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ സംഘടനയിൽ ഇന്ന് സീനിയറായിട്ടുള്ള ഒരു വ്യക്തികളും അത് പിടിച്ചെടുക്കാനായിട്ട് ആരും നോക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് വിനോദ് കിയാർക്ക് മുതൽ ഓരോരുത്തരെയും ഞാൻ എടുത്ത് പറയുന്നില്ല, കാനാട്ട്, ടെറൻസൺ, പാലമലയിൽ എല്ലാവരും യങ്സ്റ്റേഴ്സാണ് ഈ സംഘടനയിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ ഫൊക്കാന എന്നുള്ള സംഘടനയിൽ പണ്ടുണ്ടായിരുന്ന ആളുകൾ അത് പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഘടന വളരില്ല. അത് തന്നെ നിങ്ങൾ ആലോചിക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുതിയ യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കാനുള്ള 1-2 പേര് അതിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ അതിൻ്റെ ഓരോ സാധനങ്ങളെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘടനയുടെ 2014 കൺവെൻഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന ഒരു കൺവെൻഷനായിരിക്കും ഈ ചിക്കാഗോയിൽ നടക്കുന്ന കൺവെൻഷൻ. അതുപോലെ തന്നെ കാനഡയിൽ നിങ്ങളൊന്ന് ആലോചിക്കും, കാനഡയിൽ ഉള്ള ജോൺ പി ജോൺ അവിടുത്തെ വൈസ് ചെയർമാനാണ്. സണ്ണി അവിടുന്ന് ഞങ്ങൾ 2-3 ആഴ്ച മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല അവിടുത്തെ എല്ലാ അസോസിയേഷൻ്റെ പ്രസിഡന്റുമാരും ഞങ്ങൾ ഒറ്റ സ്റ്റേയിൽ അത് ഞങ്ങൾ ന്യൂസ് ഫ്ലാറ്റ് ചെയ്ത് കൊടുത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത വഴി ഒരു സംഘടനയുടെ സംഘടനയുടെ പ്രസിഡന്റ് ഞങ്ങൾ ഓഫർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തെ പ്രസിഡന്റ് ഞങ്ങളുടെ കൂടെ വരാമോ. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും ഒരു സംഘടനയെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുതന്നെ ഒരു സംഘടനയല്ല പൊക്കാൻ. അതുകൊണ്ട് ഏറ്റവും നല്ല കൺവെൻഷന് കാനഡയിലേക്ക് ഒരു 5 അസോസിയേഷൻ ഒന്നിച്ചായിട്ട് വന്നിട്ടുണ്ട്. അത് ഇന്ന് അവരുടെ സെഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും വേറെ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിലും കാനഡയിൽ നിന്ന് വന്ന ജോൺ പി ജോൺ ആൻഡ് സണ്ണി, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അവിടെ നിങ്ങളുടെ സംഘടനകൾ ഒന്നിച്ച് നിർത്തിയതിന് ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ റീജിയണൽ കൺവെൻഷൻ നടത്തിയ വിനോദ് കേർക്കെ, ലൈസി, കാനാട്ട്, ഇനി ടെറൻസൺ, ഇവിടെ ഞാൻ
ഓരോരുത്തർ എല്ലാവരും പേര് പറയാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് കഴിയുമ്പോൾ പറയും എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഈ റീജിയണൽ കൺവെൻഷൻ ഇത്ര ഭംഗിയായിട്ട് ഈ വോളിയുടെ വെഹിക്കലിൽ നടത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. Fokana President, Fokana National Executive, National Committee, പ്രിയമുള്ള പത്രമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷനിൽ എത്തിയിരിക്കുന്നവരെ, ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളാം. ഒരു സംഘടനയുടെ നാഷണൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകുമല്ലോ എന്നുകൊണ്ട് മാത്രമാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് കിയാർക്കെ, സെക്രട്ടറി ശ്രീ സുനിൽ നായർ, ഇതിൻ്റെ ചെയർമാൻ ജോസ് കാനാട്ട്, നാഷണൽ വൈസ് ചെയർമാൻ ജോയി ഈട്ടൻ തുടങ്ങിയ ഒരു നിര തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര മനോഹരമാക്കുവാനും അച്ചടക്കത്തോടു കൂടി നടക്കുവാനും സാധിച്ചതിനുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ച് ഫൊക്കാനയിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പ്രതിസന്ധികൾ എപ്പോൾ ഉണ്ടാവുന്നു അപ്പോൾ ഫൊക്കാന അതിൻ്റെ എല്ലാ ശക്തിയോടുകൂടി തിരിച്ചു പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കണ്ടുള്ളത്. ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം, ഫൊക്കാനയുടെ ആദ്യമായ വെല്ലുവിളി ഒരു സമയത്ത് ഫൊക്കാനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പോയപ്പോൾ 2008-2010 ഫിലഡൽഫിയയിൽ നടന്നപ്പോഴാണ് ഫൊക്കാനയ്ക്ക് പ്രതിസന്ധി ഉണ്ടായത്. ആ പ്രതിസന്ധിയോടുകൂടി ഒരു കൂട്ടം ചെറുപ്പക്കാർ ശ്രീ പോൾ ഗർഗപ്പള്ളിയുടെ ദീർഘവീക്ഷണത്തോടുകൂടി ന്യൂയോർക്കിലും അമേരിക്കയിലെ എല്ലാ സ്ഥലത്തും കഴിവും പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവരെ കൂട്ടായ്മയോടുകൂടി ഇത് കൊണ്ടുവന്നപ്പോൾ ആ സമ്മേളനം വൻ വിജയമാക്കി കഴിഞ്ഞു. അതിനുശേഷം ഫൊക്കാനയ്ക്ക് യാതൊരുമായ പ്രതിസന്ധി നേരിടുന്നതായി ഞങ്ങൾക്ക് ആർക്കും ബോധ്യമില്ല. എന്നാൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? സാംസ്കാരിക സംഘടനകൾക്കുപരിയായി മതവിഭാഗങ്ങളുടെ അതിപ്രസരണമാണ്. മതവിഭാഗങ്ങളുടെ അതിപ്രസരണം എന്ന് സൂചിപ്പിക്കുമ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ മാത്രമായിരുന്നെങ്കിൽ അവരെയും ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയും എന്ന് നമുക്ക് കരുതാം. എന്നാൽ മതവിഭാഗങ്ങളിൽ തന്നെ സഭകളുടെ അതിഘോരമായ പോരാട്ടം, മത്സരം. നമുക്കറിയാം, ഫൊക്കാന എല്ലാ സഭകൾക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകരിക്കുന്നവരാണ്, അവരോട് യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളവരാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ ഫൊക്കാന 2014 കൺവെൻഷന് ഫൊക്കാനയുടെ മുന്നിലുള്ള പ്രതിസന്ധി 2014 ജൂലൈ 4, 5, 6 ചിക്കാഗോ നഗരത്തിൽ കൺവെൻഷൻ നടക്കുമ്പോൾ 2 മതവിഭാഗങ്ങൾ 2 സഭകളിലുള്ള കൺവെൻഷനെയാണ് ഫൊക്കാന നേരിടുന്നത്. ഞാൻ നേരത്തെ പ്രസ് ക്ലബിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 30 വർഷക്കാലം ഫൊക്കാന തീരുമാനിച്ച തീരുമാനത്തിൽ നിന്ന് 4, 5, 6 എന്നുള്ളതിൽ ഒരു സംഘടനയോടും ഒരു ജാതി മത വർഗ വിഭാഗങ്ങളോടും ഒരു കോംപ്രമൈസും ചെയ്യുവാൻ ഫൊക്കാന തയ്യാറല്ല. നാളെ ഒരു മതവിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്താൽ അടുത്ത 2 വർഷം കഴിയുമ്പോൾ വേറൊരു സഭയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫൊക്കാന ശക്തമായ തീരുമാനമാണ് ഇന്ന് പിരിയുന്നത്. വളരെ സന്തോഷത്തോടെയാണ്, വളരെ ഊർജ്ജസ്വലതയോടെയാണ് ഫൊക്കാനയുടെ പ്രവർത്തകർ ഇന്ന് ഇവിടെ നിന്ന് പിരിയുന്നത്. ചിക്കാഗോയിൽ ഏതെങ്കിലും കാരണവശാൽ ജനങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞാൽ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ന്യൂയോർക്ക് തുടങ്ങി മറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ശക്തരായ കഴിവുള്ള പ്രവർത്തകരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിനുദാഹരണമാണ് ന്യൂയോർക്ക് റീജിയന്റെ പ്രവർത്തനത്തിൽ എടുത്തിരിക്കുന്നത്. മിസ്റ്റർ ജോസ് കാനാട്ട് അതിന്റെ വൈസ് ചെയർമാനാണ്. മിസ്റ്റർ ജോയി ഈട്ടൻ, വിനോദ് കിയാർക്കെ, പ്രസിദ്ധമായ സംഘടനയായ മഞ്ചിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി വർഗീസ് വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹം ശ്രീ ഷാജി വർഗീസ്, പ്ലീസ് കം ഫോർവേഡ്. And the performers are Jodi Ramaswamy, Anjali Inchantan, Prishash Sajan, Brooke Ramakant, and Kazia Johnson. Deem, deem, tanana, deem, tanadira, deem, tanadira, deem. Tridritilla nadim, Tendana nadim, Tanadira nadim, Tanadira nadim, Tridritilla
ഒക്കാനയുടെ ദേശീയ നേതാക്കന്മാരെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ടരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരം. അതിമനോഹരമായ ഒരു റീജിയണൽ കൺവെൻഷൻ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിത്തന്ന ന്യൂയോർക്ക് റീജിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ വിനോദ് KRK, സെക്രട്ടറി സുനിൽ നായർ, കൺവെൻഷൻ ചെയർമാൻ ജോസ് കാനാട്ട്, അതോടൊപ്പം ന്യൂയോർക്ക് റീജിയൻ്റെ ഓരോരോ പ്രവർത്തകരോടുമുള്ള ഒക്കാന ട്രസ്റ്റി ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ ഹൃദയംഗമായ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഫൊക്കാനയുടെ പ്രവർത്തന വ്യാപ്തി എത്ര വലുതാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നാം ഇവിടെ കാണുന്ന നിറഞ്ഞ സദസ്സ്. ഫൊക്കാന ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 പതിറ്റാണ്ടിലേറെയായി. നോർത്ത് അമേരിക്കൻ മലയാളി സമൂഹത്തിന് ധാരാളം പ്രവർത്തനങ്ങൾ ഫൊക്കാന ഇതിനോടകം കാഴ്ചവെച്ചു കഴിഞ്ഞു. ഫൊക്കാന കൺവെൻഷനിൽ ആബാലവൃദ്ധം ജനങ്ങൾക്കുമായി ധാരാളം പരിപാടികൾ ഫൊക്കാനയുടെ നേതൃത്വം അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2014 ജൂലൈ 4 മുതൽ 6 വരെ നടക്കുന്ന ഫൊക്കാന കൺവെൻഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ന്യൂയോർക്കിലെ തന്നെ അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ള കുട്ടികൾക്കായി ഫൊക്കാനയുടെ സ്പെല്ലിംഗ് ബി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പരിപാടിയുണ്ട്. ഈ $5,000 സമ്മാനമായി കൊടുക്കുന്ന ഈ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലി നടക്കുന്നത് ചിക്കാഗോ ഫൊക്കാന കൺവെൻഷനിലാണ്. നിങ്ങളെ ഓരോ കുട്ടികളെയും, നിങ്ങളുടെ ഒക്കെ കുട്ടികളെ ഈ ഫൊക്കാന സ്പെല്ലിംഗ് ബിയിലേക്ക് അയക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, ന്യൂയോർക്ക് റീജിയന്റെ ഒരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയിലും എല്ലാവരെയും ഒരിക്കൽ കൂടി ചിക്കാഗോ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. വലിയ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, കാരണം ആൾക്കാരൊക്കെ പുസ്തകം കേട്ട് മടുത്തു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റീജിയണൽ കൺവെൻഷൻ ഇവിടെ സംഘടിപ്പിച്ച അതിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരു ഞങ്ങൾ ഫൊക്കാന പ്രസിഡന്റ് ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം 150 രജിസ്ട്രേഷൻ ന്യൂയോർക്ക് സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 150 രജിസ്ട്രേഷൻ കാനഡയിൽ നിന്നും കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് 300 രജിസ്ട്രേഷൻ ഓൾറെഡി ആയി. ഒരു 100-150 രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കൺവെൻഷൻ്റെ രജിസ്ട്രേഷൻ തന്നെ ആയിക്കഴിഞ്ഞു. ഈ ആൾക്കാരെല്ലാം അവിടെ വന്ന് കിട്ടി, അതിൻ്റെ പൈസകളെയും കിട്ടിയാൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരെയും 2014 ചിക്കാഗോയിൽ നടക്കുന്ന ഹയാട്ട് ഓഹിയോ റീജിയൻസിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Verghese uncle. Okay, so you've been seeing all dances by girls now. Is more evolution of dance. You ain't nothing but a hound dog, you cry all the time. You ain't nothing but a hound dog, crying all the time. Well, you ain't never gonna rabbit and you ain't no friend of mine. Come on, baby, let's do the twist. Come on, baby, can't touch this. You get sprung. Wanna pull up tough, cause you notice that butt was stuffed. Even the jeans she's wearing. Shake it, 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 shake it. Chairman. എൻ്റെ പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരന്മാരെ, 1.5 നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൻ്റെ സംസ്കാരം
ഭാരതത്തിൻ്റെ സംസ്കാരത്തോട് സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ അമേരിക്കൻ ആളുകളെ സംബോധന ചെയ്തത് അമേരിക്കയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയാണ്. അത് അമേരിക്കക്കാർക്ക് പുത്തിരിയായിരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളെയും അതിലെ അംഗങ്ങളെയും ചിക്കാഗോയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നതിനാണ്. കേരളത്തിൻ്റെ സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരം അതിൻ്റെ തനിമയോടുകൂടി നമ്മുടെ വരും തലമുറകളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 30 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ ഫൊക്കാന എന്ന മഹത്തായ സംഘടനയുടെ 30 വർഷം കഴിയുന്ന 2 വർഷത്തെ സമ്മേളനമാണ് ചിക്കാഗോയിൽ നടക്കുന്നത്. വലിയ ആഘോഷങ്ങളും ആഡംബരങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചു. ചില വൈദ്യുതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം തൻ്റെ അടുത്തോടെ പറയുന്നു, ചിക്കാഗോയിൽ നടക്കാൻ പോകുന്ന കൺവെൻഷൻ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണത്തോടെ ഒരു വലിയ സംഭവമാക്കി തീർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുജന പങ്കാളിത്തം കൊണ്ട്, അംഗസംഘടനയുള്ള സജീവമായ പ്രവർത്തനം കൊണ്ട്, നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായ സഹകരണത്തോടെ ഈശ്വരാധീനമുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും ഫൊക്കാനയെ എതിർക്കുന്ന സംഘടനകൾക്കോ അതിജീവിക്കാനാവാത്ത വിധം ആവേശകരമായ, ഉല്ലാസകരമായ, സന്തോഷകരമായ സ്വാഗതം മലയാളിൽ ലോകത്തെവിടെയുണ്ടോ അവൻ്റെയൊക്കെ മനസ്സിൽ ആവേശത്തിൻ്റെ തിരകൾ ഉയർത്തുന്ന ചിക്കാഗോയുടെ തെരുവീഥികളെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുന്ന, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ആവേശം പകർന്ന, അടിയുടെ ഇടിയുടെ വെടിയുടെ മുമ്പിൽ വിരിമാർ കാട്ടിയ ധീര സഖാക്കൾക്ക് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികളെ മേദിനം ആഘോഷിക്കുമ്പോൾ തുല്യജോലിക്ക് വേണ്ടി, തുല്യവേതനത്തിന് വേണ്ടി അവിടെ ആളുകൾ പിടഞ്ഞു മരിച്ചു. ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ മുഖ്യധാരയിലുള്ള പ്രമുഖ പ്രസ്ഥാനം എന്ന നിലയിൽ ഫൊക്കാന മുഴുവൻ മലയാളികൾക്കും ഭാരതീയർക്കും ആവേശവും ആശയും പ്രകാശവും പ്രചോദനവും നൽകി. ഒരു വലിയ പ്രസ്ഥാനമായി ഈ കൺവെൻഷൻ മാറും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. 3 ദിവസത്തെ ആഹ്ലാദം, ആനന്ദം, സന്തോഷം, വെക്കേഷൻ. പ്ലീസ് കം ടു ചിക്കാഗോ. താങ്ക് യു വെരി മച്ച് ആൻഡ് യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു. ഒരു വിശിഷ്ട അതിഥിയോടെ എത്തിച്ചേർന്നിട്ടുണ്ട് മിസ്റ്റർ ഉമ്മൻ ചാക്കോ, മഞ്ചിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഉമ്മൻ ചാക്കോ ഇവിടെ എവിടെയെങ്കിലുണ്ടോ? ഓക്കെ. അടുത്തതായിട്ട് ഫൊക്കാന നാഷണൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് ഉലകന. എല്ലാവരും പ്രസംഗിച്ച് കഴിഞ്ഞു. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് എക്സ്പ്രസ് പറയാനുള്ളത്, ഇനി 7 മാസം മാത്രമേ ഉള്ളൂ. അതായത് വെറും 7 മാസം മാത്രം. ഫൊക്കാനയുടെ 2014 കൺവെൻഷൻ ചിക്കാഗോയിൽ നടക്കുമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു, ബെസ്റ്റ് നല്ല കൺവെൻഷൻ ആയിരിക്കും എന്നുള്ളതാണ് തിങ്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രോബ്ലം ചിക്കാഗോയിൽ ഉണ്ടായി എന്ന് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു. അതായത് 2 മതസംഘടനകൾ സെയിം ഡേയിൽ ജൂലൈ 4th വീക്കെൻഡിൽ ഏറ്റവും നല്ല മതസംഘടനകളാണ് അവിടെ നടത്തുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഫൊക്കാന പ്രസിഡന്റ് ചിക്കാഗോയിൽ എത്രയ്ക്ക് അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ സക്സസ് ആവുമോ എന്ന ചെറിയ ഡൗട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നലെ സംസാരിച്ചു. ഇന്നലെ ഞങ്ങൾ അഷ്യൂർ ചെയ്തു. റിയലി വി അഷ്യൂർഡ് ഫോർ ദാറ്റ്. നോ, നമ്മുടെ ന്യൂയോർക്ക് റീജിയൻ ഇതേവരെ ഫൊക്കാനയിൽ 30 വർഷങ്ങൾ ഉണ്ടായിരുന്ന നമ്മൾ ന്യൂയോർക്ക് റീജിയൻ പോയിട്ടേ വിജയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈ വർഷം അടുത്ത വർഷം അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്നുള്ള നല്ല രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നു. ഇറ്റ്സ് ഗോയിൻ ടു ബി ദെയർ, യു ഓൾ ഗോയിൻ ടു ബി ദെയർ. ഇറ്റ്സ് ഗോയിൻ ടു ബി നല്ല ഗുഡ് കൺവെൻഷൻ ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് അഷ്യൂർ ചെയ്യാനുള്ളത്, സെക്കൻഡ് ജനറേഷൻ, അതായത് ഞാൻ സെക്കൻഡ് ജനറേഷൻ ഇവിടെ പോണം പോട്ടെ എന്നുള്ള കുറേ ബിസിനസ്സുകാർ ഇവിടെ എല്ലാ സ്ഥലത്തുമുണ്ട്. അവരെ നമ്മൾ ആ കൺവെൻഷനിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. നമ്മൾ നല്ലൊരു ബിസിനസ് സെമിനാർ അവിടെ ഉണ്ടാകും. നമ്മുടെ എല്ലാ ഇവിടെ സെക്കൻഡ് ജനറേഷൻ നടത്തുന്ന ബിസിനസ്സുകാരെ അവിടെ ഒത്തൊരുമിപ്പിക്കാൻ ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും നമ്മൾ സെക്കൻഡ് ജനറേഷൻസ് ബിസിനസ് നടത്തുന്നവർ, ബിസിനസ്സിൽ സക്സസ് ആകുന്നവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ആരെങ്കിലും ഞങ്ങളോട്, നമ്മുടെ ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ്സിനെ ആരോടൊന്നും പറഞ്ഞാൽ ഞങ്ങളവരെ കോൺടാക്ട് ചെയ്യുകയും അവർ നമ്മളവിടെ ഇൻവൈറ്റ് ചെയ്യുകയും നല്ലൊരു സെമിനാറും നല്ലൊരു ബിസിനസ് മീറ്റിംഗ് അവിടെ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഫോർ ദാറ്റ്.
ശ്രീമതി ലീല മാരേട്ട് ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറാണ് ശ്രീ ലീല മാരേട്ട്. നാഷണൽ കോർഡിനേറ്റർ കൂടിയാണ് ലീല ചേച്ചി. ലീല ചേച്ചി ഒരുപാട് ഇൻട്രഡക്ഷൻ എന്ന ആവശ്യം ന്യൂയോർക്കിലില്ല, എന്നാലും പറയുകയാണ്. അതെ, ലൈസൻസ്. താങ്ക് യു ലീല ചേച്ചി. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇത്രയും നല്ല റീജിയണൽ കൺവെൻഷൻ സംഘടിപ്പിച്ച വിനോദ് KRKയ്ക്കും ടീമിനും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ. ഫൊക്കാന ന്യൂയോർക്ക് റീജിയനാണ് ഫൊക്കാനയുടെ
ഒരു നെടുന്തൂണ് ചിക്കാഗോയിൽ 2014 നടക്കുന്ന കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ന്യൂയോർക്ക് റീജിയനിൽ നിന്ന് തന്നെ കിട്ടി. അത് വളരെ വിജയപ്രദമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഫൊക്കാനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ശ്രീമതി മറിയാമ്മപ്പിള്ള. നാഷണൽ വിമൻസ് ഫോറം കോർഡിനേറ്റർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വനിതകളെ സംഘടിപ്പിച്ച് കൺവെൻഷൻ വിജയകരമാക്കുമെന്ന് ഉള്ള പ്രതിജ്ഞ തരുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. മറ്റാരുമല്ല, ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റി വൈസ് ചെയർമാൻ ശ്രീ ജോൺ പി ജോൺ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഗുഡ് ഈവനിങ്. ഞാൻ ഈ പ്രസംഗങ്ങളൊന്നും പിള്ളേരായിട്ട് വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ന്യൂയോർക്കിനോട് എനിക്കൊരു പ്രത്യേക ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫൊക്കാനയുടെ ആദ്യത്തെ കൺവെൻഷൻ, അതായത് 1983 കൺവെൻഷനിൽ വന്നു ചേരാനും വരാൻ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 1983 ഷൊറട്ടണിലെ കൺവെൻഷൻ്റെ ഡോക്ടർ അനിരുദ്ധൻ എന്നെ പ്രത്യേകം ക്ഷണിച്ചാൽ ഞാൻ അന്നത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് എന്നെ വിളിച്ച് അതിനൊന്ന് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് പ്രസംഗം വലിയ താല്പര്യമില്ല. ഞാൻ എന്നാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളും ചെയ്തു. ഞാനത് ഇതിനു വേണ്ടി പറയുന്നതല്ല, ഒരു പത്രത്തിൽ വരാൻ വേണ്ടി കാണിക്കുന്നതല്ല. ഞങ്ങളുടെ 6 അസോസിയേഷൻ്റെയും മെമ്പർഷിപ്പ് ഞാൻ ഈ അവസരത്തിൽ ഫൊക്കാന ട്രസ്റ്റിയുടെ ചെയർമാനെ കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചെക്ക് കൂടി കൊടുത്ത് ഞാൻ 2014 മറിയാമ്മപ്പിള്ളയുടെ കൺവെൻഷനെ ഞങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും കാനഡയുടെ മുഴുവൻ സപ്പോർട്ടും ഞാൻ അറിയിക്കുന്നു. ഞങ്ങളുടെ അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് 2 വാക്ക് പറയാം. അസോസിയേഷൻ്റെ മെമ്പർഷിപ്പാണ്. നാഷണൽ കമ്മിറ്റിയിലുള്ള എല്ലാവരും ദയവായിട്ട് ഒരു മിനിറ്റ് പെട്ടെന്ന് ഇത്രയും പറഞ്ഞു. നാഷണൽ കമ്മിറ്റി അംഗീകരിച്ചാണ്. അപ്പോൾ എല്ലാ നാഷണൽ കമ്മിറ്റി അംഗങ്ങളും ദയവായിട്ട് സ്വീകരിക്കുന്നത്. ട്രസ്റ്റി ബോർഡ്, നാഷണൽ കമ്മിറ്റി ട്രസ്റ്റി ബോർഡ്, അസോസിയേഷൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെ പ്ലീസ് ആരെങ്കിലും എല്ലാവരും ഉണ്ടെങ്കിൽ ദയവായിട്ട് വേണം. ആരെ പിടിച്ചിട്ട് തോന്നിച്ചിടണം പ്ലീസ്. ഇതൊരു വലിയ ഇവൻ്റാണ്. ആ അസോസിയേഷന് ഒരു സംഘടനയ്ക്ക് കൊടുക്കാതെ ഫൊക്കാനയിൽ മാത്രം വളരെ ധീരമായ നടപടി ആയിട്ട് പ്ലീസ്. ആ ഒരു ചേട്ടനെ കാണാൻ പറ്റുന്നില്ലേ? കാണണ്ട. സുനിലിന് പൊക്കമുള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞേ. ടൊറാൻഡോ മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ 6 മലയാളി അസോസിയേഷനെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചടങ്ങ് നടത്താൻ കഴിയുന്നതിനെ ഒരു ഭാഗ്യമായി കരുതിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഒരു സംഘടനയ്ക്ക് ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ സഹായം കൊടുക്കേണ്ടത്. ഫൊക്കാനയെ സംബന്ധിച്ചിടത്തോളം ആ മാതൃസംഘടനയിൽ നിന്ന് വിട്ട് മറ്റൊരു ഭാഗം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാതൃസംഘടന തളർന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകരുത്. നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കണം. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് എൻ്റേതെന്ന് പറഞ്ഞ സാക്ഷാൽ പാലാക്കാരൻ മാണിയുടെ നാട്ടിൽ നിന്നുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനയിൽ നിന്ന് ആരൊക്കെ കൊഴിഞ്ഞു പോയാലും
നമ്മുടെ സംഘടന വീണ്ടും വീണ്ടും തളർക്കുകയും പുഷ്പിക്കുകയും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. ഈ സമയത്താണ് പോക്കാനയ്ക്ക് നമ്മുടെ സഹായം ആവശ്യം. നമ്മുടെ മാതൃസംഘടനയ്ക്ക് കരുത്ത് ഈ നിമിഷങ്ങളിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് കാനഡയിൽ നിന്ന് 5 മലയാളി അസോസിയേഷനെ ഒരു കുടക്കീഴിൽ നിർത്തി പോക്കാനയുടെ സമ്മേളനത്തിന് കൊണ്ടുവരും എന്ന് ജോൺ പി ജോണിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. അത് ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടും അത് നടത്തും. ബാക്കിയുള്ള സംരംഭവും സഹായവും നിങ്ങൾ ഓരോരുത്തരുടെയും പക്കൽ നിന്നാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 2016 പോക്കാന കൺവെൻഷൻ കാനഡയിൽ തന്നെ നടത്തണം. അതിൻ്റെ നേതാവിനെ ഞങ്ങൾ കണ്ടെത്തും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി എല്ലാവിധ സഹായ സഹകരണങ്ങളും പോക്കാനയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ടൊറാൻഡോ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി സണ്ണി. मूषिकवाहनमोदकहस्त चामरकर्णविलम्बितसूत्र वामनरूप महेश्वरपुत्र वीरविनायकपाद नमस्ते मूषिकवाहनमोदकहस्त चामरकर्णविलम्बितसूत्र वामनरूप महेश्वरपुत्र वीरविनायक
ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. ആദ്യമായി പൊക്കാന 2014 നാഷണൽ കൺവെൻഷനിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി മലയാളി മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൊക്കാന എന്ന ജനകീയ പ്രസ്ഥാനത്തിൽ ഭാഗവാക്കാകുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഇത്രയേറെ ജനകീയ സ്വഭാവമുള്ള, മതേതരത്വ സ്വഭാവമുള്ള ഒരു സംഘടന, ഒരു നാഷണൽ സംഘടന അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. പല കടലാസ സംഘടനകളും അതിനുശേഷം അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം നേതൃത്വ പാപ്പരത്വം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ മാസം കാനഡയിൽ വെച്ച് പൊക്കാനയുടെ നേതാക്കന്മാരെ സ്വാധീനിച്ച് ചില നാഷണൽ സംഘടനകൾക്കുണ്ടായിരിക്കുന്നത്. നാഷണൽ പാപ്പരത്വം, ജനകീയ സ്വഭാവം വിട്ട് അവർക്ക് സംഘടനാ പാപ്പരത്വം അനുഭവപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മറ്റ് പല സംഘടനകളും. ഒരിക്കൽ കൂടി പൊക്കാന നാഷണൽ കൺവെൻഷനിലേക്ക് വ്യത്യസ്ത മലയാളി അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും ശ്രീമതി മറിയമ്മപ്പിള്ളയുടെ നേതൃത്വത്തിലുള്ള പൊക്കാനയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ആ കൺവെൻഷനിലേക്ക് ഞങ്ങൾ പങ്കെടുപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോയ് ഈറ്റൻ. അടുത്തതായിട്ട് ന്യൂയോർക്ക് റീജിയൻ കൺവെൻഷൻ വൈസ് ചെയർ ശ്രീ ഇന്നസെന്റ് ഉൽഹന്നാൻ. യു ഹാവ് ഓൺലി 1 മിനിറ്റ്. നേതാക്കളെ, മാധ്യമ നേതാക്കളെ, ഇന്നത്തെ ഈ ന്യൂയോർക്ക് കൺവെൻഷൻ തന്നെ ചിക്കാഗോ കൺവെൻഷൻ വലിയൊരു വിജയമാകുമെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ശ്രീ വിനോദ് കിയാർക്കയുടെയും ലൈസിയുടെയും ഒക്കെ സുനിലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സ് നമ്മുടെ ചിക്കാഗോ കൺവെൻഷൻ്റെ ഒരു മുന്നോടിയാണ്. ഇത് ഇത്രമാത്രം വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചപ്പോൾ, എല്ലാ റീജിയൻ്റെയും പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ കൺവെൻഷൻ അത്യുജ്വല വിജയമാകും എന്നുള്ളതിന് എനിക്കൊരു സംശയമില്ല. അതിന് ഇത് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ എല്ലാ അഭിവാദനങ്ങളും. നന്ദി. പ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജോർജ് എബ്രഹാം. ജോർജ് ഓസ്മാൻ സോൺ. ഞങ്ങളെ എഴുതുമോ നാളെ? യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. മാത്രം പിന്നെ ഇന്നലെ രാത്രി 12 മണിക്ക് വിനോദ് എന്നെ വിളിച്ചു. പിന്നെ കൺവെൻഷൻ ഇന്ന് നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത ഒന്ന് അത്യാവശ്യം ഒന്ന് ഇമെയിലി കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാകുകയായിരുന്നു ചെയ്തത്. എന്തായാലും ആ ഒരു ഉത്സാഹശീലം ഇവിടെ എല്ലാവരിലും കണ്ടു. പൊക്കാന ആ ഒരു സടകുടഞ്ഞെണീറ്റ ഒരു പ്രതീതി എനിക്ക് തോന്നി. ആ എനർജി പിന്നെ കാണപ്പെട്ടു. അത് വളരെ ഒരു ശുഭോദർക്കമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ആ മൊമെന്റം നിലനിർത്തണം. പൊക്കാന ഉത്തരോത്തരം വിജയിക്കണം. പൊക്കാനയുടെ കരുത്തുറ്റ വനിതാ നേതാവുണ്ട്, യുവ നേതാവുണ്ട്, പിന്നെ അരവപ്പള്ളിയെ പോലുള്ള പ്രഗത്ഭനായ വ്യക്തിയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് മഹത്തായ ഒരു കൺവെൻഷൻ അവിടെ നടത്തും. മതങ്ങളോ സംഘടനകളോ മറ്റുള്ളവരോ ഒക്കെ നടത്തിയാലും അതൊന്നും ഒരു പ്രശ്നമല്ല. പൊക്കാന അതെല്ലാം അതിജീവിക്കണം എന്നുള്ള ആശംസയോടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. Thank you, George. Mr. K.K. Johnson, you want to say something? 1 minute, 60 seconds, 59 seconds, 50 seconds. പ്രിയപ്പെട്ടവരെ, വന്നു ചേർന്ന എല്ലാവർക്കും ഫോക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ ഞാൻ നന്ദി പറയുന്നു. ആശംസാ പ്രസംഗങ്ങൾ കേട്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം വല്ലാതെ ക്ഷീണിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചും ഒക്കെ തളർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടികളിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ശ്രമങ്ങൾ നടത്താം. ഈ പൊക്കാന 2014 ചിക്കാഗോ കൺവെൻഷൻ നമുക്ക് വിജയിപ്പിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും അതിനെല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി മിസ്റ്റർ ജോൺസൺ. നെക്സ്റ്റ് ഇസ് M.K. മാത്യു, നാഷണൽ കമ്മിറ്റി മെമ്പർ. 1 minute, സർ. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ദൈവം തമ്പുരാനോട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് വിജയിക്കുമോ, ഈ സംഗതി വിജയിക്കുമോ എന്ന് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ തൊട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ആൾക്കാരെ കൂടുകയും ഇത്രയും ആൾക്കാർ വരികയും നമ്മുടെ കൂട്ടുകാരും ഈ കുഞ്ഞുങ്ങളും ഈ നാട്യമുദ്രയും എല്ലാം ലിസായും എല്ലാം ചെയ്തിരിക്കുന്ന ഹാർഡ് വർക്കിന് വളരെ താങ്ക്സ്, വളരെ വെരി വെരി താങ്ക്സ്. ഗോഡ് ബ്ലസ്. ആൻഡ് ഈ ശുഷ്കാന്തി തന്നെ നമ്മുടെ ചിക്കാഗോയിൽ നടക്കുന്ന കൺവെൻഷനിലേക്കും നിങ്ങൾ വരണം.
താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. അതുപോലെ തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഇന്ത്യൻ അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റി ഓഫ് യോങ് കിഡ്സ്. ഞാനും എൻ്റെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ് മിസ്റ്റർ തോമസ് കൂളൂർ. താങ്ക് യു. Thank you, Mr. Sare. Mr. Varghese Pothanikad, he will be the spelling bee coordinator national wise. അത് എവിടെയും എന്നെ വിളിച്ച് ശ്വാസം മുട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഏതായാലും വളരെ നന്നായിരുന്നു. ന്യൂയോർക്ക് റീജിയൻ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി. അതിൻ്റെ ചുക്കാൻ പിടിച്ച വിനോദ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം വളരെ ഭംഗിയായിട്ട് അത് കോർഡിനേറ്റ് ചെയ്തു. പൊക്കാനെക്കുറിച്ച് പറഞ്ഞാൽ പലപ്പോഴും ഈ അടപ്പത്ത് വെച്ച് പാത്രത്തിലെ വെള്ളം അടപ്പത്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. അത് തീ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കാൻ തുടങ്ങും, നിശ്ചലമായിരുന്നാലും എന്ന് പറഞ്ഞ പോലെ ഒരാവേശം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊക്കാനയുടെ പ്രവർത്തനം ഉജ്ജ്വലമാകും. 2014 ചിക്കാഗോ കൺവെൻഷന് എല്ലാവിധമായ മംഗളാശംസകൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ 100% സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് നല്ലൊരു അംഗസംഖ്യ അവിടെ പ്രാതിനിധ്യം കാണിക്കും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിന് കേരള സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. കോമ്പറ്റീഷനിലും കൾച്ചറൽ പ്രോഗ്രാമിലും പങ്കെടുത്ത കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് പോകരുത്. പ്രസംഗം ഒന്നുമില്ല, ഒരു 5 മിനിറ്റും കൂടെ ഇരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മെഡലും സർട്ടിഫിക്കറ്റും ഉണ്ട്. എനിക്കത് തീർച്ചയായിട്ടും റെക്കഗ്നേഷൻ വേണം. പോകരുത് കേട്ടോ ആരും. ബഹുമാന്യരെ, അടുത്തതായിട്ട് നമ്മളേവരും കാത്തിരിക്കുന്ന പൊക്കാനോ ന്യൂയോർക്ക് റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ അടുത്ത ചിക്കാഗോ നാഷണൽ കൺവെൻഷൻ്റെ മുന്നോടിയായിട്ട് പൊക്കാനോ റീജിയൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുകയാണ്. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഇനമാണ്. അത് കഴിയാതെ ആരും പിരിഞ്ഞു പോകരുത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വളരെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിനും കൂടി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ റേസ് പിന്നെ ഡിന്നറുണ്ട്, അതും കഴിച്ചിട്ട് മാത്രമേ പിരിഞ്ഞു പോകാവൂ. അതിനു മുമ്പായിട്ട് ഈ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് പങ്കെടുക്കുന്നതിന് ആയിട്ട് നമ്മുടെ ആരാധ്യയായ നാഷണൽ പൊക്കാനോ പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ പിള്ളയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പാലമലയിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വർഗീസ് ഉലഹന്നാൻ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ നമ്മുടെ ആരാധ്യനായ നമ്മുടെ നാഷണൽ ലീഡർ ശ്രീ പോൾ കറുകപ്പള്ളിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ കൺവെൻഷൻ ചെയർമാൻ അഗസ്റ്റിൻ കരിക്കുറ്റിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. റീജിയണൽ പ്രസിഡന്റ് ശ്രീ വിനോദ് KRK ആൻഡ് റീജിയണൽ സെക്രട്ടറി ശ്രീ സുനിൽ നായർ. ആദ്യമായിട്ട് ഒരിക്കൽ കൂടി ഈ ന്യൂയോർക്ക് റീജിയൻ കൺവെൻഷൻ്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് വളരെയധികം വിജയിപ്പിച്ച, അതിനോട് സഹകരിച്ച എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സിനും പൊക്കാനോ ഫാമിലി മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ റീജിയണൽ വൈസ് ചെയർമാൻ ശ്രീ ജോസ് കാനാട്ടിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എൻജോയ് ഇന്റർനാഷണൽ കോർഡിനേറ്റർ, പ്ലീസ് കം ടു സ്റ്റേജ്. ഞാൻ പേര് വിളിക്കുന്ന ഓരോരുത്തരും ഈ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് വരണം. ഇവിടെ ഫോം ഫില്ല് ചെയ്തവരുടെ പേരാണ് വിളിക്കുന്നത്. കുറച്ച് പേര് ഈ സ്റ്റേജ് വിട്ടുപോയി രജിസ്ട്രേഷൻ ഫോം മറിയാമ്മ പിള്ളയ്ക്ക് കൈമാറി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അടുത്തതായിട്ട് ശ്രീമാൻ ഇന്നസെന്റ് ഉലഹന്നാൻ, അടുത്തതായിട്ട് വെസ്റ്റസ്റ്റ് മലയാളി അസോസിയേഷന്റെ രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഫോംസ് കൊടുക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനെ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. പൊക്കാന കൺവെൻഷന് വേണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് 2 ഗ്രാൻഡ് സ്പോൺസേഴ്സ് ഉണ്ട്. അവരുടെ പേര് ആദ്യമായിട്ട് അനൗൺസ് ചെയ്തോട്ടെ. ഗ്രാൻഡ് സ്പോൺസറായ ജോർജ് കാനാട്ട് നമ്മുടെ പൊക്കാന 2014 കൺവെൻഷനിലെ ഗ്രാൻഡ് സ്പോൺസർ ആവാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോളൂ.
അടുത്ത ഗ്രാൻഡ് സ്പോൺസറായ ജോയി ഈട്ടൻ, വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി അടുത്തതായിട്ട് വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ രജിസ്ട്രേഷനാണ്. വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ 60-ൽ പരം ആളുകളെ അടുത്ത വർഷത്തെ കൺവെൻഷനിൽ കൊണ്ടുപോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. 60-ൽ പരം ഫാമിലികളെ കൊണ്ടുപോകണമെന്നാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ 15ഓളം ഫാമിലി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കിക്ക് ഓഫ് ഞങ്ങൾ വെച്ചശ്രീ നടത്തുന്നതായിരിക്കും. ഞങ്ങളുടെ അസോസിയേഷനിൽ പ്രദാനം ചെയ്യുന്ന ശ്രീ ടെറൻസൺ തോമസും ശ്രീ ഗണേഷ് നായരും പ്രദാനം ചെയ്യുന്ന ഫൊക്കാനയിൽ ഏറ്റവും അധികം ആൾക്കാരെ വെച്ചശ്രീയിൽ നിന്ന് ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നതായിരിക്കും. കിക്ക് ഓഫ് ഇതിന് വേണ്ടി ടെറൻസൺ തോമസ്. അസോസിയേഷൻ്റെ എല്ലാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെയും രജിസ്ട്രേഷൻ ഫോം ഞാൻ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ ഞാനായിട്ട് കൊടുക്കുന്നത് ശരിയല്ല. എന്നോട് ദൗത്യമായതുകൊണ്ട് യുവ നേതാവും സംഘടനയ്ക്ക് വേണ്ടി എപ്പോഴും രാപകൽ പ്രവർത്തിക്കുന്ന ഗണേഷ് നായരെ കൊണ്ട് ആ മുഴുവൻ ഫോമും പ്രസിഡന്റ് മറിയാമ്മ പിള്ളയും ഫോമിലും അതിൻ്റെ പൈസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രഷററെ പ്രസിഡന്റ് ഏൽപ്പിക്കുന്നത്. താങ്ക് യു. Thank you, Τερൻസൺ തോമസ്. ടെറൻസൺ തോമസ് ആണ് ആദ്യത്തെ രജിസ്ട്രേഷൻ. അടുത്തതായി ഞാൻ തന്നെയാണ്, ഗണേഷ് നായർ. അടുത്തതായി കൊച്ചുമ്മൻ ടി ജേക്കബ്. അടുത്തതായി ശ്രീ ജോയി ഈട്ടൻ. അടുത്തതായി കെ ജോൺസൺ, രാജ് തോമസ്, രാജൻ ടി ജേക്കബ്, സുരേന്ദ്രൻ നായർ, കെ ജി ജനാർദ്ദനൻ, എബി പോൾ, റോയ് തോമസ്, ശ്രീകുമാർ ഉണ്ണിത്താൻ, ജോൺ മാത്യു, കുറൂർ രാജൻ. ഇത്രയും പേരുടെ രജിസ്ട്രേഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. സോറി, ഒരാളുടെ പേര് മറന്നുപോയി, ജെയിംസ് ഇട്ടൻ. ഒരറിയിപ്പുണ്ട്. ഹഡ്സൺ വാലി അസോസിയേഷൻ ആദ്യമായിട്ട് 10 രജിസ്ട്രേഷൻ നമ്മൾ മോർണിംഗിൽ തന്നെ അവർ ചെക്ക് തന്നതാണ്. കാരണം പലർക്കും ചില പ്രോഗ്രാമുകൾ ഒഴിച്ചുകൂടാനാവാത്ത ചില പ്രോഗ്രാമുകൾ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ പോയത്. അവരുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. 1 ഫിലിപ്പോസ് ഫിലിപ്പ്, 2 ജെയിംസ് ഇളംപുരയിടത്തിൽ, 3 ബോസ് കുരുവിള, 4 കുര്യാക്കോസ് തെരിയൻ, 5 വർഗീസ് ഉലഹന്നാൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, അലക്സ എബ്രഹാം, ഞാൻ തന്നെ, ജോസഫ് കുര്യാപ്പുറം, അലക്സ് തോമസ്. ഇനി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് യോങ്കേഴ്സ് മലയാളി അസോസിയേഷന്റെ ആരാധ്യനായ നേതാവ് ശ്രീ തോമസ് കുവള്ളു, പ്ലീസ് കം. ശ്രീ എം കെ മാത്യൂസ്. അടുത്തതായിട്ട് ശബരിനാഥ്, ജോർജ് പാലിയേടത്തിൽ, ജോർജ് പാലിയേടത്ത്. സോ
ഒരു ഫോട്ടോ എടുക്കണേ. അടുത്തതായിട്ട് നാഷണൽ കമ്മിറ്റി മെമ്പർ ശ്രീ MK മാത്യു. അടുത്തതായിട്ട് നമ്മുടെ റീജിയണൽ സെക്രട്ടറി സുനിൽ നായർ. ഇത്രയും ഫോംസ് ആണ് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി കേരള സമാജം ലീഡർ, അതുപോലെ നമ്മുടെ കൺവെൻഷന്റെ വൈസ് ചെയർമാനുമായ നമ്മുടെ ആരാധ്യനായ നേതാവ് ശ്രീ ജോസ് കാനാട്. കേരള സമാജത്തിൽ നിന്ന് 7 ഫോം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു 30 പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം ഇന്ന് തന്ന ഫോമുകൾ കൊടുക്കുകയാണ്. ഫിലിപ്പ് കുര്യൻ ആൻഡ് മേരി ഫിലിപ്പ്, വിനോദ് KRK ആൻഡ് ഫാമിലി, വർഗീസ് ബോത്താനിക്കാട്, മേരിക്കുട്ടി മൈക്കിൾ. മേരിക്കുട്ടിക്ക് ജോലിയായിട്ട് നേരത്തെ പോയി. ജോൺ പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ജോൺ പോൾ. സണ്ണി പണിക്കർ. താങ്ക് യു. തന്നില്ല. ലീലാമാരായിട്ടുണ്ട്. അതിന്റെ ഫോം എനിക്ക് പൂരിപ്പിച്ച് തന്നില്ലായിരുന്നു മുന്നിലിരുന്നുണ്ട്. ലീല ചേച്ചി നേരിട്ട് കൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഫോം മേടിക്കാൻ ഒരു സർപ്രൈസ്. ലീല ചേച്ചിയെ പോലെ ഒരു സീനിയർ നേതാവിന്റെ ഫോം ഞാൻ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. ഓക്കെ. കേരള സമാജത്തിന് വേണ്ടി ശ്രീമതി ലീലാമാരെ. താങ്ക് യു. ഇന്ന് രാവിലെ മുതൽ നന്ദി പറയുകയല്ല, എന്നാലും റീജിയണൽ വൈസ് പ്രസിഡന്റ് ഞാൻ ഇന്ന് രാവിലെ 10:30 വന്നത്. ഞാൻ വന്നത് ലേറ്റായിട്ടാണ് വന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വന്ന എല്ലാ ഒരുക്കങ്ങളും, ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, കാപ്പി കുടിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ചോദിച്ച് എല്ലാവരെയും സൽക്കരിച്ച റീജിയണൽ വൈസ് പ്രസിഡന്റ് വൈഫ് ശ്രീമതി ബാല KRK ഒക്കെ നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. സന്തോഷമായിരിക്കുന്നു. ബഹുമാനപ്പെട്ട വിനോദ് KRK, ഞാൻ ഒരു മാസം മുമ്പ് വിളിക്കുമ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ദിവസം പോലും മുടക്കാതെ കോൺഫറൻസ് കോൾ ചെയ്ത് എന്നും അവരുടെ മീറ്റിംഗ് ഭംഗിയായിട്ട് നടത്തി ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കിയ KRKയും സെക്രട്ടറിയും അവരുടെ ഗ്രൂപ്പ്, കംപ്ലീറ്റ് ഗ്രൂപ്പ്, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല കാരണം ആരുടെയും മിസ് ചെയ്ത് പോയെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ബാഡ്. KRKയുടെ നേതൃത്വത്തിലെ കംപ്ലീറ്റ് ഗ്രൂപ്പിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പൊക്കാനയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബാല രാവിലെ വന്നുടനെ ആരുടെ ഷുഗർ താരും ആരുടെ കളരും എന്നും പറഞ്ഞ് ഓടിപ്പോയി ഡോണറ്റായി അതും ഇതുമെല്ലാം കൊണ്ടുവന്ന് കാപ്പിയും കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത് ഇത്രയും ഹോസ്പിറ്റാലിറ്റി കാണിച്ച ബാലയോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ ന്യൂയോർക്ക് റീജിയൻ്റെ എല്ലാ പ്രസിഡന്റന്മാരോടും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. വൈസ് ചെയർ ആയിരിക്കുന്ന ജോസ് കാനാട്ട് $5000 സ്പോൺസർഷിപ്പാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കിക്ക് ഇവിടെ ഇറക് ഷൂസ് വർക്കിക്ക് ഇവിടെ ഇന്ന് വന്നു ചേരാനായിട്ട് പറ്റിയില്ല. അദ്ദേഹത്തോട് ഞാൻ കഴിഞ്ഞ രാത്രി സംസാരിച്ചു. ഇന്ന് രാത്രി 9 o'clockനോ 10 o'clockനോ അദ്ദേഹം ഇവിടെ എത്തും. അപ്പം എന്നെ നാളെ കണ്ടോളാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല 5000 സ്പോൺസർ തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു മാധവൻ നായർ, അദ്ദേഹം പോയോ? അദ്ദേഹം ഒരു വലിയ സ്പോൺസർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തില് ജോയി തന്നെ ഒരു 5000-ൻ്റെയാണ് സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഈ ന്യൂയോർക്കിലെ ഇത്രയും വലിയ വലിയ ഹെൽപ്പ്
ഇത്രയും സപ്പോർട്ട് ഞാൻ എത്ര വർഷമായോ പൊക്കാനയിൽ ഇറങ്ങിയിട്ട് അന്ന് മുതൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ന്യൂയോർക്കാണ് മെയിനായിട്ടുള്ള ശക്തി പൊക്കാനയുടെ. അതിനൊരു സംശയവുമില്ല. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോഴും ലഭിക്കുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് വന്നതാണ് കാനഡ ഈ പ്രാവശ്യം. എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കും. മാധ്യമങ്ങളിൽ വന്ന് ഞാൻ അദ്ദേഹം ജോർജ് സാർ അങ്ങ് പോയി, എനിക്ക് നന്ദി പറയാൻ വിട്ടുപോയി. അവർ ഞാൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് മുതൽ എനിക്ക് സപ്പോർട്ട് തന്ന് ഇന്നും സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളോടും ഏഷ്യാനെറ്റിനോടും എല്ലാമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ഏറ്റവും അങ്ങേയറ്റം പ്രയത്നിച്ച ലൈസിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. നമ്മുടെ ബ്യൂട്ടി പാജന്റിന്റെ, പൊക്കാനയുടെ ബ്യൂട്ടി പാജന്റിന്റെ കോർഡിനേറ്ററും കൂടിയാണ്. ഈ വനിത നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം, ഒരു പ്രസിഡന്റ് ആക്കണം ഒരിക്കല്. അങ്ങനെ എല്ലാ രജിസ്ട്രേഷൻ കോർഡിനേറ്റർ അലക്സ് എബ്രഹാം, എല്ലാവരോടും സ്പോൺസറോടാണ്, എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അലക്സ് വാസ് ഓൾവേസ് എ വെരി സപ്പോർട്ട് ഫോർ മീ. Always say, doesn't matter where I find him, he always say, Chechi, we are behind you. Thank you, Alex. Thanks for everybody. ഒരു സെക്കൻഡോടുകൂടി ആര് പോകരുത് സ്റ്റേജിൽ നിന്ന്. ഈ കൈകോർത്ത് പിടിച്ചിട്ട് ഈ കൺവെൻഷൻ, ചിക്കാഗോ കൺവെൻഷൻ, എല്ലാവരും ഇവിടെ നിൽക്കുന്ന റീജിയണൽ പ്രസിഡന്റ്, എല്ലാ ഭാരവാഹികളും പരസ്പരം കൈകോർത്ത് ഇതൊരു തീരുമാനം എടുത്ത് നടപ്പാക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. അത് വൻ വിജയമാക്കും എന്നുള്ളതിനകത്ത് യാതൊരു താല്പര്യമില്ല. എല്ലാവരും സഹകരിച്ച് നന്ദിയും നന്ദി രേഖപ്പെടുത്തും. ഒരു പൊക്കാനയ്ക്ക് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഒരു വലിയ സോവനിയർ ഇറങ്ങും. ആ സോവനിയറിന്റെ ന്യൂയോർക്കിലെ കോർഡിനേറ്റർ കൂടിയായി നമ്മൾ ലീലയാണ് എടുത്തിരിക്കുന്നത്. ലീല നിങ്ങളെയൊക്കെ സമീപിച്ച് 1 പേജ് തരണം, 2 പേജ് തരണം എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം തുറന്ന് നിങ്ങളെല്ലാം അത് കൊടുത്ത് സഹായിക്കണമേ എന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു. അടുത്ത പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിള്ളേരെല്ലാവരും നോക്കിയിരിക്കുക. സോറി ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് എല്ലാ പിള്ളേരും കൂടെ ഒന്ന് വന്നേക്കണം. ആദ്യം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിട്ടിയതാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ബാല കെയർക്ക് എന്നെ കൂടെ വിളിക്കുന്നു. പ്ലീസ് ബാല. സെക്കൻഡ് പ്രൈസ് ഇസ്ബൽ അനാജ് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വരണം. Category 2, grade 5 to 8. First prize, Stephanie Tom. Second prize, Archida Alex. Stephanie Tom.
Second prize, Ashida and Alex. Grade 9 to 12. Deepika Kuru. First prize, Deepika Kuru. Song in grade 1 to 4. Song first prize, Isabel Anna Ajit. Isabel Anna Ajit. Second prize, Angelina Elias. First prize, Isabel Anna Ajit. Song, grade 1 to 4th grade. Second, Angelina Elias. Angelina Elias undo. Grade 5 to 8, first prize, Sitara Charian. Second prize, Christy Thomas. Grade 9 to 12, first prize, Lorena Matthew. Second prize, Deepika Kuru. Certificate we can give later. Second prize. Second prize. Grade 9 to 12, first prize, Lorena Matthew. Second prize, Deepika Kuru. Second prize. Deepika Kuru. Deepika Kuru. Elocution, grade 1 to 4. First prize, Angelina Elias. Second prize, Ivania Matthew. Angelina Elias. Illa. Grade 5 to 8, Ivania Matthew. Ivania Matthew. Second prize. Okay, grade 5 to 8, Christy Thomas. Grade 9 to 12, elocution, first prize, Susan Paul. സൂസൻ പോളാണ് ഫസ്റ്റ് പ്രൈസ്. അത് നാഷണൽ വെച്ചർഷമനേഴ്സിൻ്റെ പ്രസിഡന്റും നാഷണൽ വൈസ് ചെയർമാൻ്റെ സഹോദരിയുടെ മകളാണ്. എൻ്റെ മകളും സൂസനും ഒരേ പ്രാണ്. ഞാൻ അല്പമൊക്കെ സംസാരിക്കാൻ അറിയാൻ വലുതായിട്ട് അറിയത്തില്ലെങ്കിലും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മകളെ എന്നാൽ ഈ സ്പീച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ഒരു താല്പര്യമില്ല. മോളെ കൺഗ്രാജുലേറ്റ്. ഷീസ് എ ഗുഡ് സ്പീക്കർ ആൻഡ് ആൾസോ ബ്രദറും ഗ്രെഗറിയും നല്ലൊരു സ്പീക്കറാണ്. ഫാമിലി ആയിട്ട് സംസാരിക്കാൻ വളരെ കഴിവുള്ളവരാണ്. താങ്ക് യു.
Second prize, Alosh Alex. അടുത്തത് പിള്ളേർക്ക് മെഡൽ വിളിക്കുന്ന ഞാൻ പേര് വിളിക്കുന്ന അനുസരിച്ച് പ്ലീസ് എല്ലാവരും സ്റ്റേജിലോട്ട് വരണം. നേഹ ആന്റണി, അലീന റോസ് മുണ്ടാക്കൽ, സാറ ചെറിയാൻ, സാൻഡ്ര ജോജോ, റോസ്ലിൻ പോൾ, ഒരു മിനിറ്റ്, സോറി ഉണ്ട്, ബിഗ് സോറി. പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ഇത് ചെയ്തുകൊണ്ടാണ്. സോങ് കോമ്പറ്റീഷന് പിന്നെ ഫസ്റ്റ് പ്രൈസ് ടൈ ചെയ്യുക ചെയ്തത് 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഫസ്റ്റ് പ്രൈസ് ഇസബൽ ആൻഡ് അജിത്ത് ആൻഡ് നേഹ ജോ പാണ്ടപ്പള്ളി. ഐ എം സോ സോറി. കൺഫ്യൂഷൻ ആയി പോയതാണ്. 2 ടൈ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഒരെണ്ണം മാത്രം അങ്ങനെ വന്നോളൂ, അതുകൊണ്ടാണ്. ദിസ് ഇസ് അന്നോ. Excuse me, certificate later please, only the medal now because it's a big confusion. Certificate later, come on. Alla wait. Okay, Sandra Jojo. ഓക്കെ, ഇനി സോങ്ങിന്റെ ഗ്രേഡ് കാറ്റഗറി 1 ഗ്രേഡ് ഫസ്റ്റ് 4 ടൈ ആയിരുന്നു. ഫസ്റ്റ് പ്രൈസ് 2 പേർക്ക്, അതിൽ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുത്തോളൂ. രണ്ടാമത്തെ ഫസ്റ്റ് പ്രൈസ് ടൈ ആയി വന്നത് നേഹ ജോ പാണ്ടപ്പള്ളി. She is the next Chitra. She did very well. Pranav Narayanan, please come. Pranav Narayanan. Priya Chikapura, Mariel Matthew. Participants please. Roslyn Paul, Christy Thomas, Megha Ramanathan. Sara Itti, Serenity. Serenity. Thomas Paul, Kurian Paul. എല്ലാവരും പോയി തോന്നുന്നു. ക്രിസ്റ്റി തോമസ് കിട്ടിയതല്ല. Malavika Panikar, Prishti Sarkar, Shilpa Radhakrishnan, Jennifer Stanley, Catherine Matthew, Nisha Jose, did anybody not get it? Did anybody? Okay.
ഇതിനകത്ത് എനിക്ക് ശരിക്കും ഒരു നന്ദി പറയേണ്ട 2 പിള്ളേരുണ്ട്. നമ്മുടെ അമേരിക്കൻ നാഷണൽ ആന്തവും ഇന്ത്യൻ നാഷണൽ ആന്തവും പാടിയ കാതറിൻ മാത്യു ആൻഡ് ലൊറീന മാത്യു. പ്ലീസ് കം ഫോർവേഡ്. കാതറിൻ മാത്യു ആൻഡ് ലൊറീന മാത്യു. Come on. ഇനി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇനി മെഡലോ സർട്ടിഫിക്കറ്റോ കിട്ടാനുണ്ടോ? പ്ലീസ് പാർട്ടിസിപ്പൻസ് ആരെങ്കിലും. ആൻഡ് കൾച്ചറൽ പ്രോഗ്രാം ഓൾസോ. താങ്ക് യു ലിസ ജോസഫ്, നാട്യമുദ്ര സ്കൂൾ ഓഫ് ഡാൻസ്. ഡിന്നർ താഴെയുണ്ട്. ആരും ഡിന്നർ കഴിക്കാതെ പോകരുത്. തിരക്ക് പിടിച്ചു പോകരുത്. പ്ലീസ് ഡിന്നർ കഴിക്കാതെ പോകരുത്. ബഹുമാന്യരെ, ഒരറിയിപ്പുണ്ട്. ഇന്ന് ഈ ഇവിടെ നടന്ന എല്ലാ പ്രോഗ്രാമും ഈ ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് താഴെ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. ആ വെബ്സൈറ്റിന്റെ പേര് www.solidactionstudio.com. Once again, I am repeating the website name. You can see all this program what happened here. Full event you can see on the website www.solidactionstudio.com. നന്ദി പ്രകാശനത്തിനായിട്ട് നാഷണൽ ട്രഷറർ ശ്രീ ശ്രീകുമാർ ഉണ്ണിത്താനെ സാദരം ക്ഷണിക്കുന്നു. ശ്രീ ശ്രീകുമാർ ഉണ്ണിത്താൻ. ന്യൂയോർക്ക് റീജിയൻ്റെ ഇത്രയും നല്ലൊരു കൺവെൻഷൻ നടത്താൻ ഇവിടെ സഹായിച്ച ന്യൂയോർക്ക് റീജിയൻ വൈസ് പ്രസിഡൻറ്റും ഭാരവാഹികൾക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കൺവെൻഷന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആരാധനായ പ്രസിഡന്റിനെയും നന്ദി രേഖപ്പെടുത്തിയത് ശ്രീമതി മറിയമ്മ പിള്ളയും, അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പോൾ കറുവപ്പള്ളി, അവിടെ ആരാധനായ സെക്രട്ടറി ടെറൻസൺ തോമസ്, ട്രസ്റ്റി ബോർഡ് സെക്രട്ടറി ഗണേശ് നായർ, ട്രഷറർ വർഗീസ് പാലമലയിൽ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് വർഗീസ് ഉളകന്നാൻ, ജോൺ ബി ജോൺ, GK Pillai, Leela Madan. This auditorium from 10 o'clock in the morning till now, and he has provided audio and video. A special thanks to you and your great son. Thank you, sir. Thank you, sir. Thank you. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब